വെൽക്കം ബാക്ക്. സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് ഏതാണെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേലൂർ മാറുമറയ്ക്കൽ സമരം, വഴി നടയ്ക്കൽ സമരം അല്ലെങ്കിൽ കുട്ടംകുളം സമരം, ശുചീന്ദ്രം സത്യാഗ്രഹം, ആനന്ദ മഹാസഭ, തളി ക്ഷേത്ര പ്രക്ഷോഭം എന്ന് തുടങ്ങി ധാരാളം പ്രക്ഷോഭങ്ങൾ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സിലുണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സും നമുക്ക് ഈ ഒരു റീഫോം മൂവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ഉദയംപേരൂർ സൂനഹദോസ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ റോമിനോട് വിധേയത്വമുള്ളവരാക്കി മാറ്റാൻ ഉദയംപേരൂരിൽ നടന്ന പുരോഹിത സമ്മേളനമാണ് ഉദയംപേരൂർ സൂനഹദോസ്. അപ്പൊ എപ്പോഴും ചോദിക്കാറുള്ളത് ഇത് നടന്ന വർഷമാണ്. ഉദയംപേരൂർ സൂനഹദോസ് നടന്നത് AD 1599 ജൂൺ 20 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലാണ് ഉദയംപേരൂർ സൂനഹദോസ് നടന്നത്. ഇതിൽ പങ്കെടുത്തവർ 813 പേരാണ്. അപ്പൊ എപ്പോഴും ചോദിക്കുന്നത് ഉദയംപേരൂർ സൂനഹദോസ് നടന്ന വർഷം 1599 ആണ്. ഓക്കെ, അപ്പൊ പങ്കെടുത്തവരുടെ എണ്ണമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ, എക്സ്ട്രാ പോയിന്റ്സ് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ, അപ്പൊ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് നമുക്ക് നഷ്ടമായി പോവില്ല. അപ്പൊ ഉദയംപേരൂർ സൂനഹദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം 813. ഉദയംപേരൂർ സൂനഹദോസിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? അലക്സിസ് ഡി മെനസിസ് ആണ് കേട്ടോ. അലക്സിസ് ഡി മെനസിസ് ആണ് ഉദയംപേരൂർ സൂനഹദോസില് അധ്യക്ഷത വഹിച്ചത്. ഇനി അടുത്തൊന്നാണ് കൂനംകുരിശ് സത്യം. എന്താണെന്ന് നോക്കാം. മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിന് ഇടയാക്കിയ സംഭവമാണ് കൂനംകുരിശ് സത്യം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും ആയുണ്ടായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. ഇപ്പൊ കൂനംകുരിശ് സത്യം ഉണ്ടാകാനിടയായ കാരണം എന്താണ്? കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും ആയുണ്ടായ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇപ്പൊ സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരെന്ന് പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്കരാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഓക്കെ, അപ്പൊ സുറിയാനികളും ഈ ലാറ്റിൻകാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൂനംകുരിശ് സത്യത്തിലേക്ക് നയിച്ചത്. 1653 കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ബാബിലോണിയയിലെ പാത്രിയർക്കീസ് ഒരു സുറിയാനി പുരോഹിതനെ കേരളത്തിലേക്ക് അയച്ചു. അഹറ്റല്ല എന്ന ഈ പുരോഹിതനെ പോർച്ചുഗീസുകാർ പിടികൂടി വധിച്ചു എന്ന വാർത്ത പരന്നതോടെ ക്ഷുഭിതരായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ പള്ളിയിൽ ഒത്തുകൂടി ഇവിടുത്തെ പഴയ കുരിശിൽ, അതാണ് കൂനംകുരിശ്, ഒരു വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് പോർച്ചുഗീസുകാരെയും ലത്തീൻ ബിഷപ്പുമാരെയും മേലിൽ അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തു. ഓക്കെ, ഇതാണ് കൂനംകുരിശ് സത്യം എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഫലമായി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ മാർപ്പാപ്പയെ അംഗീകരിക്കുന്ന റോമൻ സുറിയാനികളെയും പോപ്പിന് അധികാരത്തെ പരിത്യജിക്കുന്ന യാക്കോബായ സുറിയാനികളെന്നും, സുറിയാനികൾ തന്നെ പഴയ കൂറ്റുകാരെന്നും പുതിയ കൂറ്റുകാരെന്നും രണ്ടായി പിരിഞ്ഞു. അപ്പൊ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് എവിടെയാണ് നടന്നത്, എന്താണ് ഇതിനുള്ള കാരണം? വർഷം 1653 വർഷം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്കിയ വേലൂർ മാറുമറയ്ക്കൽ സമരം. ഇത് നടന്നത് 1952 തൃശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിലാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത്. അപ്പൊ എപ്പോഴാണ് നടന്നത്, ഏത് ജില്ലയാണ്, ഏത് ക്ഷേത്രത്തിലെന്നാണ് ഇമ്പോർട്ടന്റ് ആണ്. 1552 തൃശൂർ ജില്ലയിലെ മണിമലർക്കാവ് ക്ഷേത്രത്തിലാണ് നടന്നത്. സമരത്തിന് നേതൃത്വം നൽകിയത് വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവരാണ്. അപ്പൊ ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. വേളാത്ത് ലക്ഷ്മിക്കുട്ടി, KK കുറുമ്പ, KC കാളിക്കുട്ടി എന്നിവരാണ് വേലൂർ മാറുമറയ്ക്കൽ സമരത്തിന് നേതൃത്വം നൽകിയത്. പ്രധാന നാട്ടുത്സവമായിരുന്നു വേലൂർ മണിമലർക്കാവ് കുതിരവേല. ഇതിലെ അരത്താലം എടുക്കാൻ സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം. ഓക്കെ, ഈ നിയമത്തിനെതിരെയാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത്. അടുത്തത് നോക്കി, വഴി നടയ്ക്കൽ സമരം അല്ലെങ്കിൽ കുട്ടംകുളം സമരം 1946 വഴി നടയ്ക്കൽ സമരം അല്ലെങ്കിൽ കുട്ടൻകുളം സമരം നടന്നത്. തൃശ്ശൂരിലെ കൂടൽ മാണിക്യ ക്ഷേത്ര പരിസരത്ത് കൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് 1946 നടന്ന സമരമാണ് കുട്ടംകുളം സമരം. കുട്ടംകുളം സമരം വഴി നടയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നു. അപ്പൊ വഴി നടയ്ക്കൽ സമരം എന്ന് പറഞ്ഞാലും കുട്ടംകുളം സമരം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചിട്ടും പഴയ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായ കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനം വിലക്കിയിരുന്നു. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയാണ് അക്കാലത്ത് തീണ്ടൽ പാലിച്ചിരുന്നത്. ക്ഷേത്ര പരിസരത്ത് മജിസ്ട്രേറ്റിന്റെ ഒരു തീണ്ടൽ ബോർഡും സ്ഥാപിച്ചിരുന്നു.
തീണ്ടൽ ബോർഡ് മാറ്റിക്കിട്ടുവാനും ക്ഷേത്രത്തിന് മുൻവശമുള്ള നടപ്പാത അവർണർക്കായി തുറന്നു കിട്ടുവാനുമാണ് ഈ സമരം പ്രധാനമായി അന്ന് സംഘടിപ്പിച്ചത്. അപ്പൊ ഇതില് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് നോക്കാം. MK കാട്ടുപറമ്പന്റെ നേതൃത്വത്തിൽ 25ഓളം പേർ കുട്ടംകുളം റോഡിൽ കയറുവാൻ ചാലക്കുടിയിൽ നിന്ന് പുറപ്പെടുകയും നഗരാതിർത്തിയിൽ പോലീസ് അവരെ തടയുകയും ചെയ്തു. തുടർന്ന് നടന്ന ചർച്ചയിൽ ക്ഷേത്രപ്രവേശക കർമ്മസമിതി സമരം ഏറ്റെടുക്കുമെന്ന വ്യവസ്ഥയിൽ ജാഥ പിരിച്ചുവിട്ടു. എന്നാൽ ജൂൺ 23-ന് അയ്യങ്കാവ് മൈതാനത്തു ചേർന്ന സഞ്ചാര സ്വാതന്ത്ര്യ പ്രഖ്യാപന സമ്മേളനത്തെ തുടർന്ന് കുട്ടംകുളം റോഡിലേക്ക് 100 കണക്കിന് സമരഭടന്മാർ എത്തി. പി ഗംഗാധരൻ, KV ഉണ്ണി തുടങ്ങിയ സമരനായകരുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ കുട്ടംകുളം റോഡിന് സമീപത്ത് വെച്ച് പോലീസ് തടയുകയും ജാഥ അംഗങ്ങളെ പോലീസ് ഭീകരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ സമരത്തിനെയാണ് കുട്ടംകുളം സമരം എന്ന് പറയുന്നത്. വഴിനടക്കൽ സമരം എന്നും പറയും. പിന്നെ എന്താണ്, ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചിട്ടും വഴി തടഞ്ഞതിന് എതിരായിട്ടാണ് നടന്നത്. എവിടെയാണ് നടന്നത്? തൃശ്ശൂർ ജില്ലയിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിനടുത്തുള്ള കാര്യമാണ് ഈ ഒരു സമരം. അടുത്ത് നോക്കിയ ശുചീന്ദ്രം സത്യാഗ്രഹം 1926-ലാണ് ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദക്ഷിണ തിരുവിതാംകൂറിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടന്ന സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. അപ്പൊ 1926-ലാണ് ശുചീന്ദ്ര സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. ഇതിന് നേതൃത്വം നൽകിയത് കോൺഗ്രസിലെ ഗാന്ധി നേതാവായ ഡോക്ടർ ME നായിഡു ആയിരുന്നു. ശുചീന്ദ്ര സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡോക്ടർ ME നായിഡു ആയിരുന്നു. 1926-ൽ ME നായിഡുവിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റായി M സുബ്രഹ്മണ്യ പിള്ളയെയും സെക്രട്ടറിയായി ME നായിഡുവും സ്ഥാനമേറ്റു. ദക്ഷിണ തിരുവിതാംകൂറിലെ ശുചീന്ദ്രം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അനുവാദം കിട്ടുക, ക്ഷേത്രപ്രവേശനം ലഭിക്കുക എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. എന്നാൽ ശുചീന്ദ്രം സത്യാഗ്രഹത്തെ സവർണ ജാതിക്കാർ അടിച്ചമർത്തിയതിനാൽ ഇത് വിജയിച്ചില്ല. 1930 മെയ് 13-ന് സമരം പുനരാരംഭിച്ചു. ആദ്യ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധി രാമൻ പിള്ള സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തു. ശുചീന്ദ്രത്തെ പൊതുവഴികളിലൂടെ മറ്റു സത്യാഗ്രഹികൾക്കൊപ്പം അദ്ദേഹം നടക്കാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ അനുകൂല വിധി വന്നതോടെ അവിടെയുള്ള പൊതുവഴികൾ അവർണർക്കായി തുറന്നുകൊടുത്തു. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമ്മള് വൈക്കം സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം, ഈ വഴി നടക്കൽ സമരം അല്ലെങ്കിൽ കുട്ടംകുളം സമരം, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്ത് നോക്കിയ ആനന്ദ മഹാസഭ. എന്താണ് ആനന്ദ മഹാസഭ എന്ന് നോക്കാം. ആനന്ദ മതത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹമാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പഴയ പേര്. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പഴയ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദൻ മേനോൻ എന്നാണ്. പഠനകാലത്ത് തന്നെ യുക്തിവാദിയായി മാറിയ ഗോവിന്ദൻ അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു. ആലത്തൂര് വാനൂര് എന്ന സ്ഥലത്ത് സിദ്ധാശ്രമം അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ ആരംഭിച്ചു. 1918-ൽ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചു. മതാതീയമായ ആത്മീയതയ്ക്ക് വേണ്ടി വാദിച്ച അദ്ദേഹം മതപ്രസ്ഥാനങ്ങളെ മുഴുവൻ എതിർത്തു. അദ്വൈത ചിന്തയുടെയും വിഗ്രഹാരാധനയുടെയും കടുത്ത വിമർശകനായിരുന്ന ശിവയോഗി യുക്തിവാദത്തിനാണ് പ്രാധാന്യം നൽകിയത്. യുക്തിക്ക് വിരുദ്ധമായ വാദങ്ങളെ തള്ളിക്കളയുവാൻ അദ്ദേഹം ഉപദേശിച്ചു. മൃഗബലിയും ഐത്തവും പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ലെന്ന് അദ്ദേഹം പ്രാമാണികമായി സമർത്ഥിച്ചു. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഗം എന്നിങ്ങനെയൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പൊ ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഗം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദൻ മേനോനാണ്. അദ്ദേഹം ജനിച്ചത് കൊല്ലങ്കോടാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച സ്ഥലം. മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്.
വേറെ സ്വർഗനരകങ്ങളില്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ദർശനമാണ് ആനന്ദ ദർശനം. അപ്പൊ ആനന്ദ ദർശനം എന്താണ്? മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്, വേറെ സ്വർഗ നരകങ്ങളില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ദർശനമാണ് ആനന്ദ ദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ബ്രഹ്മാനന്ദ ശിവയോഗി ആരംഭിച്ചു. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. അപ്പൊ വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. പഠിപ്പ് തന്നെ മനുഷ്യന് ഭൂഷണം, ഉടുപ്പ് ഭൂഷാദികളൊന്നുമല്ല, മിടുക്കരായിട്ട് വരണമെങ്കിലോ മടിച്ചില്ലാതങ്ങ് പഠിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. എന്ന് തുടങ്ങുന്ന പദ്യകൃതിയുടെ കർത്താവാണ് അദ്ദേഹം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഓർത്തിരിക്കണം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആനന്ദ ഗുരു ഗീത, ആനന്ദ ദർശനം, ആനന്ദ വിമാനം, ആനന്ദ കുമ്മി, ആനന്ദ ഗണം. ഓക്കെ, അദ്ദേഹം സമാധാനമൊക്കെ ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളല്ലേ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആനന്ദം ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ആനന്ദത്തിൽ തുടങ്ങുന്നതൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആണെന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആനന്ദ ഗുരു ഗീത, ആനന്ദ ദർശനം, ആനന്ദ വിമാനം, ആനന്ദ കുമ്മി, ആനന്ദ ഗണം. പിന്നെ എന്താണ് ജ്ഞാനക്കുമ്മി? ജ്ഞാനക്കുമ്മിയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സിദ്ധാന്താനുഭൂതി, വിഗ്രഹാരാധനാ ഖണ്ഡനം, ശിവയോഗ രഹസ്യം. ഇതെല്ലാം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ, അടുത്തൊരു പ്രക്ഷോഭം നോക്കാം. തളി ക്ഷേത്ര പ്രക്ഷോഭം. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭം നടന്നത്. ഇതെവിടെയാണ് നടന്നത്? കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്തെ നിരത്തിലൂടെ അവർണർ യാത്ര ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് സാമൂതിരി ഉത്തരവ് പുറപ്പെടുവിച്ചതിനെതിരെയാണ് കേട്ടോ. 1917 നടന്നത്. കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്താണ് നടന്നത്. അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു. അതുകൊണ്ട് നഗരസഭാ ചെയർമാനായിരുന്ന CV നാരായണയ്യർ സാമൂതിരിയുടെ ഉത്തരവ് നിഷേധിച്ചു. മലബാർ കളക്ടറായി സ്ഥാനമേറ്റ തോരൻ 1917 നവംബർ 1 സാമൂതിരിയുടെ ആഗ്രഹപ്രകാരം തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിച്ചു. ക്ഷേത്ര പരിസരത്തെ നിരത്തിലൂടെ അവർണർ സഞ്ചരിക്കുന്നത് നിരോധിച്ച നടപടിയെ പരസ്യമായി C. കൃഷ്ണൻ ലംഘിച്ചു. ബ്രാഹ്മണനും പ്രശസ്ത അഭിഭാഷകനുമായ മഞ്ചേരി രാമയ്യർക്കൊപ്പം കുതിരവണ്ടിയിൽ നിരത്തിൽ സഞ്ചരിച്ച് അദ്ദേഹം നിരോധനത്തെ വെല്ലുവിളിച്ചു. KP കേശവമേനോൻ, K. മാധവൻ നായർ എന്നിവരുടെ പിന്തുണയും ഇതിനുണ്ടായിരുന്നു. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സമരമായിരുന്നു തളി ക്ഷേത്ര പ്രക്ഷോഭം. അപ്പൊ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ഏതായിരുന്നു? തളി ക്ഷേത്ര പ്രക്ഷോഭം. കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. 1917 നടന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നോക്കിയ ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. 1882 ചെങ്ങന്നൂരിനടുത്തുള്ള ബുധന്നൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ചെങ്ങന്നൂരിനടുത്തുള്ള ബുധന്നൂരിലാണ് ശുഭാനന്ദ ഗുരുദേവൻ ജനിച്ചത്. 1926 ആധ്യാത്മികതയിലൂന്നിയ സാമൂഹിക മാറ്റത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം മനുഷ്യർക്ക് എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് ശുഭാനന്ദ ഗുരുവും സ്വീകരിച്ചത്. ആശയപ്രചാരണത്തിനായി 1932 അദ്ദേഹം ആത്മബോധോദയ സംഘം മാവേലിക്കരയിലെ ചെറുകോയിൽ രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ ഭാഗമായി അനാഥാലയങ്ങൾ, കർഷക വികസന സംരംഭങ്ങൾ, ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, ആയുർവേദശാല, വൃദ്ധസദനങ്ങൾ മുതലായവയൊക്കെ അദ്ദേഹം സ്ഥാപിച്ചു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെറുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ജാതി മതഭേദമന്യേ ഭക്തിയുടെയും ധർമ്മത്തിലൂടെയും സന്മാർഗത്തിലൂടെയും മനുഷ്യനെ നയിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു. വിദ്യാഭ്യാസമാണ് ദാരിദ്ര്യവും അടിമത്വവും ഒഴിവാക്കാനുള്ള ശക്തമായ മാർഗമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉപദേശിച്ചു. അപ്പൊ വിദ്യാഭ്യാസമാണ് ദാരിദ്ര്യവും അടിമത്വവും ഒഴിവാക്കാനുള്ള ശക്തമായ മാർഗമെന്ന് ജനങ്ങളെ ഉപദേശിച്ചത് ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. അദ്ദേഹമാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. അടുത്ത് നോക്കി ആത്മവിദ്യാസംഘം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ആത്മബോധോദയ സംഘം, ഇത് ആത്മവിദ്യാസംഘം. എന്താണ് ആത്മവിദ്യാസംഘം എന്ന് നോക്കാം. വാഗ്ഭടാനന്ദനാണ് ഇത് സ്ഥാപിച്ചത്. അപ്പൊ ആത്മബോധോദയ സംഘവും ആത്മവിദ്യാസംഘവും നമ്മൾ തെറ്റിപ്പോയല്ലേ. ആത്മബോധോദയ സംഘം ആരാണ്? ശുഭാനന്ദ ഗുരുദേവനാണ്. ആത്മവിദ്യാസംഘം ആണെങ്കിൽ വാഗ്ഭടാനന്ദനാണ്.
1917 തിരുവിതാംകൂറിലും മലബാറിലും വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. മതപരിഷ്കരണമായിരുന്നു സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. 1921 ആത്മവിദ്യാസംഘം അഭിനവ കേരളം എന്ന മുഖപത്രം തുടങ്ങി. ഓക്കെ, അപ്പൊ അഭിനവ കേരളം എന്ന മുഖപത്രത്തിന്റെ പത്രാധിപനാരായിരുന്നു വാഗ്ഭടാനന്ദനായിരുന്നു. അന്ധവിശ്വാസങ്ങളെ യുക്തിയുടെയും മാർഗം ഉപയോഗിച്ച് ഉച്ചാടനം ചെയ്യാനാണ് അദ്ദേഹം അവസാനം വരെ ശ്രമിച്ചത്. വിഗ്രഹാരാധനയെയും ജാതി വ്യവസ്ഥയെയും ശക്തമായി എതിർത്ത അദ്ദേഹം സാമൂഹിക നവീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രാചീന പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മദ്യവർജനത്തിന്റെ പ്രസക്തി ജനങ്ങളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. കുന്നോത്തു കുഞ്ഞേക്ക് ഗുരുക്കൾ, കറപ്പയിൽ കണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ, കയ്യാല ചേക്കു, പാലേരി ചന്തമ്മൻ തുടങ്ങിയ പ്രമുഖരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. കെ ദേവയാനി, പി ഭാർഗവി അമ്മ, എം ലക്ഷ്മിക്കുട്ടി അമ്മ എന്നിവരാണ് വനിതാ സംഘത്തിന്റെ പ്രധാന നേതാക്കൾ. സ്വാതന്ത്ര്യ ചിന്താമണി ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ്. ഓക്കെ, അപ്പൊ സ്വാതന്ത്ര്യ ചിന്താമണി എന്താണ്? ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ആത്മവിദ്യാ കാഹളമാണ്. അപ്പൊ സ്വാതന്ത്ര്യ ചിന്താമണി കവിതയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച കവിതയാണ് സ്വാതന്ത്ര്യ ചിന്താമണി. ആത്മവിദ്യാ കാഹളമാണെങ്കിലോ ഇതിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാ കാഹളം. വാഗ്ഭടാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്രയാണ്. ആത്മവിദ്യ മഹോത്സവം നടന്നത് പുന്നപ്രയിലാണ്. അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യം എന്താണ്? ഉണരുവിൻ, അഖിലേച്ചനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെ തീർപ്പിൻ. ഓക്കെ, അനീതിയോടെ തീർപ്പിൻ. ഓക്കെ, ഇത് അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. അടുത്ത് നോക്കാം, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. SNDPയുടെ മാതൃകയിൽ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഓക്കെ, അപ്പൊ SNDPയുടെ മാതൃകയിൽ ആരംഭിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഏതാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. 1918 വക്കം പഞ്ചായത്തിലെ നിലയ്ക്കമുക്കിലാണ് ഈ സംഘടന സ്ഥാപിതമായത്. മുസ്ലിം സമുദായത്തിന്റെ നവീകരണത്തിനും ഐക്യത്തിനുമായി അദ്ദേഹം തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം സഭ, ഐക്യ മുസ്ലിം സംഘം, മുസ്ലിം സമാജം, ധർമ്മപോഷിണി സഭ തുടങ്ങിയവ. ഓക്കെ, അപ്പൊ മുസ്ലിം സമുദായത്തിന്റെ നവീകരണത്തിനും ഐക്യത്തിനുമായി വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ഐക്യ മുസ്ലിം സംഘം, മുസ്ലിം സമാജം, ധർമ്മപോഷിണി സഭ തുടങ്ങിയവയൊക്കെയാണ്. സ്കൂളുകളും ആധുനിക മദ്രാസകളും വായനശാലകളും സ്ഥാപിക്കൽ, ലഘുലേഖയും പുസ്തകവും പ്രസിദ്ധീകരിക്കൽ, യോഗങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കൽ എന്നിവയൊക്കെയായിരുന്നു ഇത് സംഘടനയുടെ പ്രധാനപ്പെട്ട പരിപാടികൾ. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വക്കമാണ്. തിരുവനന്തപുരത്തെ വക്കത്താണ് ഇദ്ദേഹം ജനിച്ചത്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ്. രാമകൃഷ്ണ പിള്ള എന്നൊന്നും ചിന്തിക്കരുത്. ഓക്കെ, സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ചത് 1905 ഈ പത്രത്തിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം, അൽ ഇസ്ലാം, ദീപികയൊക്കെയാണ് കേട്ടോ. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നിവയാണ്. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഓർത്തിരിക്കുക. അടുത്ത് നോക്കിയേ, സഹോദര സംഘം. സഹോദര സംഘം ആരാണ് സ്ഥാപിച്ചത്? സഹോദരൻ അയ്യപ്പൻ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. എന്തിനാണ് ഈ സംഘം സ്ഥാപിച്ചത്? അയിത്തം ഇല്ലാതാക്കുകയായിരുന്നു സഹോദര സംഘത്തിന്റെ ലക്ഷ്യം. 1917 സമസ്ത കേരള സഹോദര സംഘം എന്ന സംഘടന അദ്ദേഹം ആരംഭിച്ചു. ആശയപ്രചാരണത്തിനായി വിദ്യാപോഷിണി സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ സഹോദരൻ എന്ന മാസികയും അദ്ദേഹം ആരംഭിച്ചു. ചേറായിലാണ് ഈ മാസിക ആരംഭിച്ചത്. അപ്പൊ സഹോദര സംഘം എന്ന സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നു. ആശയപ്രചാരണത്തിനായി ആരംഭിച്ച മാസികയാണ് സഹോദരൻ എന്നുള്ള മാസിക. സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരിയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സഹോദരൻ മാസിക ആരംഭിച്ചത് ചേറായിയിലും സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് മട്ടാഞ്ചേരിയിലുമാണ്.
മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ച മാഗസീനാണ് സഹോദരൻ. സഹോദരനിലൂടെ മാർക്സ്, ലെനിൻ തുടങ്ങിയവരുടെ സമത്വാധിഷ്ഠിത ആശയങ്ങൾ അയ്യപ്പൻ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു. ജാതിയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾക്കെതിരെ പ്രസ്ഥാനം ശബ്ദമുയർത്തി. മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശീകരണം എന്നതായിരുന്നു സഹോദര സംഘത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. സഹോദര സംഘത്തിലെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷസ ദഹനം. അപ്പൊ എന്താണ് ജാതി രാക്ഷസ ദഹനം? സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷസ ദഹനം. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. ഓക്കെ, അപ്പൊ സഹോദരൻ, വേലക്കാരൻ ഇതൊക്കെ ആരുടെ പ്രസിദ്ധീകരണങ്ങളാണ്? സഹോദരൻ അയ്യപ്പന്റെ ആണ് അല്ലെ. സഹോദര സംഘം എന്ന് പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ സഹോദരൻ എന്ന പേരിൽ മാഗസീനും ഉണ്ട്, പത്രവും ഉണ്ട്. സഹോദരൻ എന്നുള്ള മാഗസീൻ മാസിക ഇറക്കിയത് ചേറായിയിലും പത്രം സഹോദരൻ എന്ന പത്രം ഇറക്കിയത് മട്ടാഞ്ചേരിയിലുമാണ്. അതുപോലെ തന്നെ വേലക്കാരൻ എന്നുള്ള പ്രസിദ്ധീകരണവും ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് ആരംഭിച്ചത്. ഡെയിലി വർക്കർ എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തെ, ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കിയാണ് അദ്ദേഹം ഈ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ 1917 ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷസ ദഹനം. എല്ലാ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത പ്രസ്ഥാനം നോക്കാം. നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1917 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യ ജനസംഘം ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മന്നത്ത് ഭവനിൽ രൂപം കൊണ്ടു. ഓക്കെ, അപ്പൊ NSSന്റെ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇതിന്റെ ആദ്യ രൂപം എന്തായിരുന്നു? നായർ ഭൃത്യ ജനസംഘമാണ്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലുള്ള മന്നത്ത് ഭവനിലാണ് ഇത് രൂപം കൊണ്ടത്. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയെ മാതൃകയാക്കിയാണ് മന്നത്ത് പത്മനാഭൻ NSS രൂപീകരിച്ചത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പൊ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയെ മാതൃകയാക്കി NSS രൂപീകരിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. നായർ സമുദായ ഭൃത്യജന സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റായ K. കേളപ്പനും ആദ്യ സെക്രട്ടറിയായി മന്നത്ത് പത്മനാഭനും സ്ഥാനം വഹിച്ചു. 1915 ജൂലൈ 11 നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചു. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു? നായർ ഭൃത്യജന സംഘമായിരുന്നു. പിന്നീട് 1915 നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിക്കുന്നത്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരൻ ആശാൻ, കളത്തിൽ വേലായുധൻ നായർ തുടങ്ങിയവരാണ് നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മറ്റു പ്രമുഖർ. ഇതിനൊരു മുഖപത്രമുണ്ട്. NSSന്റെ മുഖപത്രം സർവീസ് ആണ്. NSSന്റെ മുഖപത്രം സർവീസ് ആണ്. സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാലാണ്. ഓക്കെ, സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെയാണ്? കറുകച്ചാലിലാണ്. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാലിലാണ്, കോട്ടയത്തെ കറുകച്ചാലിലാണ്. NSSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. NSSന്റെ ആദ്യ കരയോഗം നടന്നത് തട്ടയിലാണ്. പത്തനംതിട്ടയിലെ തട്ടയിലാണ് NSSന്റെ ആദ്യ കരയോഗം നടന്നത്. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണ് എന്നുള്ളത് ആരുടെ വാക്കുകളാണ്? മന്നത്ത് പത്മനാഭന്റെ വാക്കുകളാണ്. എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളത്. ഓക്കെ, അപ്പൊ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ള ഗാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NSSന്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണിത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ്. അത് ഓർത്ത് വെച്ചേക്കണം. പന്തളം KP രാമൻപിള്ളയാണ് ഈ ഒരു ഗാനം രചിച്ചത്. NSSന്റെ ആദ്യ ട്രഷറർ പനങ്ങാട്ട് കേശവ പണിക്കരാണ്. പനങ്ങാട്ട് കേശവ പണിക്കർ.
ഇനി അടുത്ത് നോക്കാം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 1909 PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിക്കുന്നത്. ഇത് സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്നും പൊയ്കയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നും ഒക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നു. എഴുത്തും വായനയും അഭ്യസിച്ച അദ്ദേഹം മിഷനറിമാരുടെ സഹായത്തോടെ ഉപദേശിയായി തീർന്നു. ദളിത് ക്രിസ്ത്യാനികളുടെ രക്ഷകനായി ആദിമ ദ്രാവിഡരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ ഐത്ത ജനതയെന്നും അദ്ദേഹം ദുർബല സമൂഹങ്ങളെ ഉദ്ബോധിപ്പിച്ചു. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കായി അദ്ദേഹം 1909 പത്തനംതിട്ടയിലെ ഇരവി പേരൂർ ആസ്ഥാനമായി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. അപ്പൊ PRDS സ്ഥാപിച്ചത് 1909 എവിടെയാണ്? പത്തനംതിട്ടയിലെ ഇരവി പേരൂർ ആസ്ഥാനമാക്കിയാണ്. ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളുടെ സാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സംഘടനയ്ക്ക് രൂപം നൽകിയത്. അധസ്ഥിതരുടെ കൃഷിഭൂമി തിരിച്ച് പിടിക്കുന്നതിനെ ചൊല്ലി 1913 കൊഴുക്കുച്ചിറ ലഹളയ്ക്ക് പരിഹാരമുണ്ടാക്കിയത് പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പൊ കൊഴുക്കുച്ചിറ ലഹള എന്താണ്? അധസ്ഥിതരുടെ കൃഷിഭൂമി തിരിച്ചു പിടിച്ചെടുക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ ലഹളയാണ് കൊഴുക്കുച്ചിറ ലഹള. ഇതിന് പരിഹാരമുണ്ടാക്കിയത് പൊയ്കയിൽ യോഹന്നാനാണ്. ജാതി നോക്കാതെ വിവാഹം ചെയ്യാൻ യോഹന്നാൻ തന്റെ സഭക്കാരെ ഉപദേശിച്ചു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയിലെ വിശ്വാസികൾ പേരിനൊപ്പം കുമാർ എന്ന് പ്രത്യേകം ചേർക്കുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. ഓക്കെ, മറ്റു മുഖപത്രങ്ങളൊക്കെയാണ് ഇത്രയും നാൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രം ഏതാണ്? ആദിയാർ ദീപം. 1921-31 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയിലെ പൊയ്കയിൽ യോഹന്നാനെ 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. 1937 നെയ്യാറ്റിൻകരയിൽ വെച്ച് അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നു. അപ്പൊ പൊയ്കയിൽ യോഹന്നാൻ ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത് 1937 നെയ്യാറ്റിൻകരയിൽ വെച്ചാണ്. ഇനി അടുത്ത് നോക്കിയേ, യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായ പരിഷ്കരണം ലക്ഷ്യം വെച്ച് യോഗക്ഷേമ സഭ രൂപം കൊണ്ടു. അപ്പൊ നമ്പൂതിരിമാരുടെ പരിഷ്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച സമുദായമാണ് യോഗക്ഷേമ സഭ. 1908 ജനുവരി 31 യോഗക്ഷേമ സഭ ആരംഭിക്കുന്നത്. ഇത് രൂപം കൊണ്ടത് ആലുവയിലാണ്. 1908 ശിവരാത്രി ദിനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് യോഗക്ഷേമ സഭ. ആലുവ ചെറുമുക്ക് വൈദികന്റെ ഇല്ലത്ത് വെച്ച് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് യോഗക്ഷേമ സഭ രൂപം നൽകിയത്. കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യകാലത്ത് സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. ആദ്യകാല വാർഷിക പൊതുയോഗങ്ങളിൽ മറ്റു സമുദായങ്ങളിലെ പ്രമുഖരെയും ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രമുഖ ബ്രാഹ്മണ വനിതകളെ പങ്കെടുപ്പിച്ച് വനിതാ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. ഇംഗ്ലീഷ് പഠിക്കുക, പുരുഷന്മാരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക, ബാങ്ക് എസ്റ്റേറ്റ് നടത്തുക തുടങ്ങിയവയായിരുന്നു ഇവരുടെ ആദ്യകാല പ്രവർത്തനങ്ങളെങ്കിലും പിൽക്കാലത്ത് നമ്പൂതിരി ഗൃഹങ്ങളിലെ അനാചാരങ്ങൾക്കെതിരെ ഒരു തിരുത്തൽ ശക്തിയായി യോഗക്ഷേമ സഭ നിലകൊണ്ടു. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തി VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമാരായിരുന്നു VT ഭട്ടതിരിപ്പാടായിരുന്നു. യോഗക്ഷേമ സഭയിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ബഹുഭാര്യത്തെ നിരോധിക്കുക, വിധവാ വിവാഹം നടപ്പാക്കുക, വൃദ്ധവിവാഹം തടയുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക എന്നിവയൊക്കെയായിരുന്നു. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ് കേട്ടോ. മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ മംഗളോദയം, യോഗക്ഷേമം, ഉണ്ണി നമ്പൂതിരി എന്നിവയൊക്കെയായിരുന്നു. മംഗളോദയത്തിന്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയായിരുന്നു. യോഗക്ഷേമ സഭയുടെ വാർഷിക സമ്മേളനത്തിൽ അരങ്ങേറപ്പെട്ട VTയുടെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ചോദിച്ചിട്ടുള്ളതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VTയുടെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ തുറന്നു കാട്ടിയ നാടകമാണിത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയത് 1929. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് എടക്കുന്നിയാണ്. എടക്കുന്നി. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത INC സമ്മേളനം അഹമ്മദാബാദ് സമ്മേളനമാണ്.
യുവജന സംഘം എന്ന സംഘടന ആരംഭിച്ചതും VT ഭട്ടതിരിപ്പാടാണ്. കണ്ടോ, യുവജന സംഘം എന്ന സംഘടന ആരംഭിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യാചനയാത്ര നടത്തിയത് അദ്ദേഹമാണ്, ഇമ്പോർട്ടന്റ് ആണ്. യാചനയാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. എന്താണ് യാചനയാത്ര? കേരളത്തിലെ ദരിദ്ര കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ കാൽനട പ്രചാരണ യാത്രയാണ് യാചന യാത്ര. ഓക്കെ, അപ്പോ കേരളത്തിലെ ദരിദ്ര കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ കാൽ പ്രചാരണ യാത്രയാണ് യാചനയാത്ര. അപ്പൊ ഏത് മുതൽ ഏതുവരെയാണ് യാചനയാത്ര നടത്തിയത്? തൃശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ 7 ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു യാചനയാത്ര. VT ഭട്ടതിരിപ്പാട് നടത്തിയ സാമൂഹിക പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ്? കൂടുക മുറിക്കൽ, അന്തർജനങ്ങളുടെ വേഷ പരിഷ്കരണം, മിശ്ര ഭോജനം എന്നിവയൊക്കെയായിരുന്നു. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവുമാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം അദ്ദേഹം രചിച്ചു. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനം രചിച്ചു. അപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ കണ്ണീരും കിനാവും, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത് നോക്കിയേ, സാധുജന പരിപാലന സംഘം. 1907 സാധുജന പരിപാലന സംഘം ആരംഭിച്ചത്. അധകൃതരുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ ഉന്നതി ലക്ഷ്യമാക്കി രൂപീകരിച്ചതാണ് സാധുജന പരിപാലന സംഘം. രൂപീകരിച്ചത് ആരാണ്? അയ്യങ്കാളി. ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളി രൂപീകരിച്ച സംഘടന ഏതാണ്? സാധുജന പരിപാലന സംഘം. എവിടെയാണ് രൂപീകരിച്ചത്? തിരുവനന്തപുരത്തുള്ള വെങ്ങാനൂരിലാണ് ഇത് രൂപീകരിച്ച സ്ഥലം. അയ്യങ്കാളി രൂപീകരിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എല്ലാ താണജാതിക്കാർക്കും പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കുക, സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുക എന്നിവയൊക്കെയായിരുന്നു. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് SNDP. ഓക്കെ, അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന SNDP ആണ്. സാധുജന യോഗത്തിന്റെ പ്രഥമോദ്ദേശം എന്തായിരുന്നു? വിദ്യാലയ പ്രവേശനം നേടുകയായിരുന്നു കേട്ടോ. വിദ്യാലയ പ്രവേശനം നേടുക. സാധുജന പരിപാലന യോഗത്തിന്റെ പുതിയ പേരാണ് പുലയ മഹാസഭ. പുലയ മഹാസഭ. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലന യോഗത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രമായാണ് അറിയപ്പെടുന്നത്. 1913 ഇത് ആരംഭിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് ഇതിന്റെ പ്രസിദ്ധീകരണം നടത്തിയത്? ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ് ആണ്. ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്. എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണം. അടുത്ത് നോക്കി, ഈഴവ മഹാസഭ. ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ്. ഈഴവ മഹാസഭ മുൻകൈയെടുത്തത് ഈഴവർക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിക്കണമെന്നും വിദ്യാസമ്പന്നരായ ഈഴവ യുവാക്കൾക്ക് തിരുവിതാംകൂറിന് പുറത്ത് ജോലി തേടി പോകേണ്ട ഗതികേട് ഉണ്ടാകാനിടയാകാതെ സർക്കാർ സർവീസിൽ ജോലി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ഹർജി നൽകുന്നത്. ഇപ്പൊ 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി ഡോക്ടർ പൽപ്പു തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. ഇത് 1896 ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. അപ്പൊ ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തില് ഒരു ഹർജി ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്നു. 1884 വൈദ്യശാസ്ത്രം പഠിക്കാൻ പ്രവേശനം നേടിയെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് അത് നിഷേധിക്കപ്പെട്ടു. പിന്നീട് മദ്രാസിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ ശേഷം തിരുവിതാംകൂറിൽ ഉദ്യോഗത്തിന് അപേക്ഷിച്ചിട്ടും അത് നിരസിക്കപ്പെട്ടു. ഈഴവർക്ക് സർക്കാർ സർവീസിൽ ഉദ്യോഗങ്ങൾ നിഷേധിക്കപ്പെടുകയും വിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കുന്നതിനുമെതിരെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവർക്കായിട്ടാണ് ഈഴവ മഹാസഭ രൂപം കൊണ്ടത് 1896. ഓക്കെ, അടുത്ത് നോക്കാം SNDP. നോക്കാം. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. 1903 SNDP സ്ഥാപിതമാകുന്നത്. ഈഴവ സമുദായത്തിന്റെ അഭ്യുന്നതി ലക്ഷ്യമാക്കി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മെയ് 15 രജിസ്റ്റർ ചെയ്തു. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുവും സെക്രട്ടറിയായി കുമാരൻ ആശാനെയും തിരഞ്ഞെടുത്തു. അപ്പൊ SNDPയുടെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും സെക്രട്ടറി കുമാരൻ ആശാനും ആയിരുന്നു. 1904 SNDP യോഗത്തിന്റെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് കുമാരൻ ആശാൻ പത്രാധിപരായി വിവേകോദയം ദ്വൈമാസികയായി ആരംഭിച്ചു. അപ്പൊ
SNDPയുടെ മുഖപത്രം വിവേകോദയമാണ് തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിച്ചത്. ഈ സംഘടനയുടെ പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി പിന്നോക്ക സമുദായോദ്ധരണ സംഘടനകൾ സ്ഥാപിതമായി. SNDPയുടെ ആസ്ഥാനം കൊല്ലത്താണ്. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന വാവൂട്ടി യോഗമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന വാവൂട്ടി യോഗമാണ്. അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച ഒരു സമിതിയാണ് വാവൂട്ടി യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് 1898 ഇതിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപ്പുവിന് പ്രചോദനമേകിയത്. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പുവിന് പ്രചോദനം നൽകിയത് സ്വാമി വിവേകാനന്ദനാണ്. SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ M ഗോവിന്ദനാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. ഇമ്പോർട്ടന്റ് ആണ് യോഗനാഥം. ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജനനന്ദിനിയും കേരള കൗമുദിയും. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതികളും കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904 ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷത മാതാ പെരുമാളാണ് കേട്ടോ. അപ്പൊ SNDPയുടെ സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷ ആരാണ്? ആദ്യത്തെ അധ്യക്ഷ മാതാ പെരുമാളായിരുന്നു. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M ഗോവിന്ദനാണ്. ഈഴവർ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ്. വിവേകോദയ പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദര സൂചകമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാമി വിവേകാനന്ദനോടുള്ള ആദര സൂചകമായിട്ടാണ്. കുമാരനാശാൻ തന്റെ ശ്രീ ബുദ്ധ ചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് വിവേകോദയം. പിൽക്കാലത്ത് വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് CR കേശവൻ വൈദ്യരായിരുന്നു. CR കേശവൻ വൈദ്യർ. അടുത്ത് നോക്കാം സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി കരുതപ്പെടുന്നത് സമത്വ സമാജമാണ്. ഇതെവിടെയാണ് സ്ഥാപിച്ചത്? ശുചീന്ദ്രത്താണ് സ്ഥാപിച്ചത്. എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ആശയത്തിലാണ് അദ്ദേഹം ശക്തി പകർന്നത്. ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ഠ സ്വാമികൾക്കുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠ സ്വാമികൾ 1851 കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന തൊഴിലാളി സമൂഹത്തിന് നിർദ്ദേശം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചു. അപ്പോൾ വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി കരുതപ്പെടുന്നത് സമത്വ സമാജമാണ്. 1836 ശുചീന്ദ്രത്താണ് ഇദ്ദേഹം ഇത് സ്ഥാപിച്ചത്. എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്നുള്ള ആശയത്തിനാണ് സമത്വ സമാജം ശക്തി പകർന്നത്. ഓക്കെ, കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന് സമൂഹത്തിന് നിർദ്ദേശം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത് നോക്കിയ മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നത് അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ GP പിള്ളയും KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള എന്നിവരൊക്കെയാണ് മലയാളി മെമ്മോറിയലിന് മുൻകൈയെടുത്തത്. അപ്പൊ മലയാളി മെമ്മോറിയൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ്? ബാരിസ്റ്റർ GP പിള്ളയും KP ശങ്കരമേനോൻ, CV രാമൻ പിള്ള തുടങ്ങിയവരൊക്കെയാണ്. ഇന്നാട്ടുകാർക്ക് നാടിന്റെ ഭരണത്തിൽ നല്ലൊരു പങ്ക് നിഷേധിക്കപ്പെട്ടതിനെയും വിശേഷിച്ച് സർക്കാർ സർവീസിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ നിന്ന് അവരെ മനഃപൂർവ്വമായി ഒഴിച്ചു നിർത്തിയതിനുമെതിരെയായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ഹർജി. തിരുവിതാംകൂറിന് പുറത്തുള്ളവരെ അപേക്ഷിച്ച് നാട്ടുകാർക്ക് കൂടുതൽ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം എന്നതായിരുന്നു ഈ ഹർജിക്കാരുടെ ആവശ്യം. മലയാളി മെമ്മോറിയൽ രാജാവിന് സമർപ്പിച്ചത് KP ശങ്കരമേനോനാണ്.
മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. ഇമ്പോർട്ടന്റ് ആണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയലിലെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ CV രാമൻപിള്ളയാണ്. ഇതിൽ ഒപ്പുവെച്ച വിവിധ സമുദായങ്ങളിൽ പെടുന്നവരുടെ എണ്ണം 10,028 മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. മലയാളി മെമ്മോറിയൽ രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഇത് സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് T രാമറാവു ആണ്. മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഓക്കെ, അപ്പൊ മലയാളി മെമ്മോറിയലിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖയുടെ കർത്താവാണ് ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി. ഓക്കെ, അപ്പൊ മിതഭാഷി ഏതാണ്? മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൺ ആണ്. നോർട്ടൺ നോട്ട് ചെയ്ത് വെച്ചോ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ നോർട്ടൺ ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഇനി എന്താണ് എതിർ മെമ്മോറിയൽ എന്ന് നോക്കാം. മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ 1891 ജൂൺ 3 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയാണ്. അപ്പൊ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ ചെയ്തതാണ് എതിർ മെമ്മോറിയൽ. ഇതിന് എതിർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. നേതൃത്വം നൽകിയത് E രാമയ്യനും രാമനാഥൻ റാവു ആണ്. ചാന്നാർ ലഹള സാമൂഹ്യ നീതി സംരക്ഷിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് ചാന്നാർ പ്രക്ഷോഭം. തെക്കൻ തിരുവിതാംകൂറിലാണ് ചാന്നാർ ലഹള നടന്നത്. അപ്പൊ സാമൂഹ്യ നീതി സംരക്ഷിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നാണ് തെക്കൻ തിരുവിതാംകൂറിലാണ് നടന്നത്. ഇതിനെ മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കുന്ന ലഹളയാണ് ചാന്നാർ ലഹള. ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. കേണൽ മൺറോ ദിവാനായിരിക്കെ ക്രിസ്തു മതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. മതപരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മാത്രം അവകാശം അനുവദിച്ചു കൊടുത്ത തിരുവിതാംകൂർ സർക്കാർ പ്രസ്തുത അവകാശം ഹിന്ദു ചാന്നാർ സ്ത്രീകൾക്ക് നിഷേധിച്ചത് കൂടുതൽ ലഹളകൾക്കിടയാക്കി. എല്ലാ ചാന്നാർ സ്ത്രീകൾക്കും ജാക്കറ്റ് ധരിക്കാനും പരിവരുത്ത തുണി കൊണ്ടുള്ള മേൽമുണ്ട് ധരിക്കാനും അനുവാദം നൽകിക്കൊണ്ട് 1859 ജൂലൈ 26 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചു. മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് ഇത് ഉത്തരവിറക്കിയത്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് വൈകുണ്ഠസ്വാമിയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇപ്പൊ ചാന്നാർ ലഹളയെ മേൽമുണ്ട് സമരം എന്നും പറയാറുണ്ട്. എന്താണ്? മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നിഷേധിച്ചതിനെതിരെ നടന്ന സമരമാണ് അല്ലെ. ഓക്കെ, അപ്പൊ ക്രിസ്തു മതത്തിൽ കൺവെർട്ട് ആയവർക്ക് മാത്രം ധരിക്കാൻ അവകാശം കൊടുത്തു. അപ്പൊ ഹിന്ദു ചാന്നാർ സ്ത്രീകൾക്കും വേണമെന്ന് അവകാശവുമായി നടത്തിയ ഒരു സമരമാണ് ചാന്നാർ ലഹള. അപ്പൊ നമ്മൾ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീഫോം മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കിയത്. അപ്പൊ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസിലെ കേരള ഹിസ്റ്ററിയിലെ ഓരോ ടോപ്പിക്കായിട്ടാണ് നമ്മുടെ ക്ലാസ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റിന്റെ MCQs PYQs ഒക്കെ ഉള്ള ഒരു ക്ലാസ് ഇതിന്റെ അടുത്തുണ്ടാവും. തീർച്ചയായും എല്ലാവരും അതും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.